നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന വേളയിലാണ് രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാന ബജറ്റ് ഇന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിക്കാൻ പോകുന്നത്. 9 മണിക്കാണ് ഈ ബജറ്റ് അവതരണം. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ബജറ്റിൻ്റെ കൂടുതൽ വിവരങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ വിലയിരുത്തലുകൾ നമുക്ക് അനിവാര്യമാണ്. എന്തായാലും ഇപ്പോൾ നമ്മോടൊപ്പം സാമ്പത്തിക വിദഗ്ധൻ ശ്രീ എൻ നിയതി നമ്മോടൊപ്പം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് സർ. എന്തായാലും വലിയ പ്രതീക്ഷയോടെയാണ് കേരളക്കര ഈ ബജറ്റിനെ നോക്കിക്കാണുന്നത്. കഴിഞ്ഞ ദിവസം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞത് വികസനവും ക്ഷേമ പ്രവർത്തനങ്ങളും ഒരുമിച്ചുകൊണ്ട് സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു ബജറ്റായിരിക്കും ഇത്തവണ പ്രഖ്യാപനം നടത്താൻ പോവുക എന്നുള്ളത്. ഒരു സാധാരണ നിലയിൽ താങ്കൾ ഈ വളരെ കൃത്യമായി തന്നെ ഇതൊക്കെ നിരീക്ഷിക്കുന്ന രീതിയിൽ എന്തൊക്കെ പ്രഖ്യാപനങ്ങൾക്കാണ് സാധ്യത? പ്രത്യേകിച്ച് ഈ ക്ഷേമ പ്രവർത്തനവും ഒപ്പം തന്നെ മന്ത്രി പറഞ്ഞതുപോലെ വികസനവും കൂട്ടിയോജിപ്പിക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ കാലാവധി തീരാൻ ഇനി 2-3 മാസം മാത്രമേ ഉള്ളൂ. ആ അവസരത്തിലാണ് 2026-27 ബഡ്ജറ്റ് ഗവൺമെൻറ് അവതരിപ്പിക്കുന്നത്. ആ ബഡ്ജറ്റ് പൂർണ്ണ ബഡ്ജറ്റായിരിക്കും എന്നുള്ള ഒരു വിശ്വാസം എല്ലാവർക്കുമുണ്ട്. കാരണം തെരഞ്ഞെടുപ്പ് വർഷത്തിൽ പല വാഗ്ദാനങ്ങളും നൽകി വീണ്ടും അധികാരത്തിൽ വരിക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ആയിരിക്കണം തീർച്ചയായിട്ടും 2026-27 ബഡ്ജറ്റ് ഇന്ന് ധനകാര്യമന്ത്രി അസംബ്ലിയിൽ അവതരിപ്പിക്കുന്നത്. പക്ഷേ ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന അവസരത്തിൽ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി വളരെ മോശവും അതേപോലെ തന്നെ വളരെ അധികം പരിമിതികളുമുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട പരിമിതി എന്ന് പറയുന്നത് ഗവൺമെൻറ് രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിൽ കൂടി കഴിഞ്ഞ 2-3 വർഷമായി കടന്നു പോവുകയാണ്. അതിന് പല കാരണങ്ങളുമുണ്ട്. ആ കാരണങ്ങൾ കൂടി മനസ്സിലാക്കിക്കൊണ്ട് 2026-27 ബഡ്ജറ്റിനെ നമ്മൾ വിശകലനം ചെയ്യുന്നതായിരിക്കും നല്ലത്. ആദ്യത്തെ പരിമിതി എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ വരവും ചെലവും തമ്മിൽ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് വ്യക്തമായൊരു ധനകാര്യ നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തുവാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ തീരുമാനങ്ങളാണ് പലപ്പോഴും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. 2025-26 ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന അവസരത്തിൽ കേരളത്തിൻ്റെ തനത് വരുമാനം അതേപോലെ തന്നെ കേന്ദ്ര വിഹിതം വായ്പ ഇത് മൂന്നും നോക്കിക്കഴിഞ്ഞാൽ തനത് വരുമാനം ഏകദേശം 56% വരും. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിഹിതവും ഗ്രാൻറ്റും ഏകദേശം 21% വരും. ബാക്കിയുള്ളത് വായ്പയാണ്. അത് ഏകദേശം 24% വരും. അപ്പം അങ്ങനെ തനത് വരുമാനം 56%, ആ 56% കേരള ഗവൺമെൻറ്റിൻ്റെ 3 ചെലവുകൾ നോക്കിക്കഴിഞ്ഞാൽ, അതായത് ശമ്പളം, അതേപോലെ തന്നെ പെൻഷൻ, അതേപോലെ വായ്പ, ഈ 3 ഇനങ്ങൾക്ക് വേണ്ടി തനത് വരുമാനത്തിൻ്റെ 95% ചെലവഴിക്കുകയാണ്. ബാക്കി വരുന്നത് 5%. ഉദാഹരണത്തിന് 2025-26 തനത് വരുമാനം ഏകദേശം 1.10 ലക്ഷം കോടി വരും. ഈ 3 ഇനങ്ങൾക്ക് വേണ്ടി ഏകദേശം 1.05 ലക്ഷം കോടി രൂപ ചെലവഴിക്കണം. ബാക്കിയുള്ളത് തനത് വരുമാനം കേവലം 5000 കോടി രൂപയാണ്. ഈ 5000 കോടി രൂപ കൊണ്ട് എങ്ങനെ ഗവൺമെൻറ് വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയും എന്നുള്ളതാണ് കേരള ഗവൺമെൻറ് നേരിടുന്ന ഏറ്റവും രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി. പിന്നെ ആശ്രയിക്കാവുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ വരുമാനമാണ്. അത് നികുതിയുണ്ട്, ഗ്രാൻറ്റുണ്ട്. അത് ഓരോ വർഷം കഴിയും തോറും 2022-23 ശേഷം നാമമാത്രമേ വർദ്ധിക്കുന്നുള്ളൂ. ചില വർഷങ്ങളിൽ കുറയുന്നുമുണ്ട്. പിന്നെ ആശ്രയിക്കാവുന്നത് വായ്പയാണ്. അങ്ങനെ വായ്പയെ മാത്രം ആശ്രയിച്ചുകൊണ്ട് എങ്ങനെ ഒരു ഗവൺമെൻറ്റിന് സുസ്ഥിര വികസനം കൈവരിക്കാൻ കഴിയും എന്നുള്ളതാണ് കേരളം നേരിടുന്ന ഏറ്റവും വലിയ സാമ്പത്തിക ചോദ്യവും സാമ്പത്തിക പ്രതിസന്ധിക്കുള്ള പരിഹാരവും. ഇന്ന് 2026-27 ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് 2 കാര്യങ്ങളാണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ വിഹിതം കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ 16ാം ധനകാര്യ കമ്മീഷൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കുക, അതിൻ്റെ പുറത്തു വരണം. 16ാം ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു, പക്ഷേ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഇനി പാർലമെൻറ്റിൽ വെക്കണം, അത് ചർച്ച ചെയ്യണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഓരോ സംസ്ഥാനത്തിൻ്റെ വിഹിതം എത്രയാണെന്ന് നമുക്കറിയാൻ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ കേരളത്തിൻ്റെ സ്ഥിതിയും. അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ധനകാര്യ കമ്മീഷൻ്റെ വിഹിതം എത്രയാണെന്ന് അറിയാതെ കണ്ടിട്ട് എങ്ങനെ കേരള ഗവൺമെൻറ്റിൻ്റെ കേന്ദ്ര വിഹിതം ബഡ്ജറ്റിൽ കാണിക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ ബഡ്ജറ്റിൻ്റെ ഏറ്റവും വലിയ പരിമിതി. അതുമാത്രമല്ല, കേരള ഗവൺമെൻറ്
പ്രീ ബഡ്ജറ്റ് സമയത്ത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് ഏകദേശം 21,000 കോടി രൂപയുടെ ഒരു പ്രത്യേക പാക്കേജ് സമർപ്പിച്ചിട്ടുണ്ട്. ആ പ്രത്യേക പാക്കേജും അംഗീകരിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ധനകാര്യ കമ്മീഷൻ്റെ പൂർണ്ണമായ ഈ സംസ്ഥാന വിഹിതം മനസ്സിലാക്കാൻ കഴിയണം. പിന്നെയുള്ളത് വായ്പയെടുപ്പാണ്. വായ്പയ്ക്ക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ചില പരിമിതികൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ പ്രീ ബഡ്ജറ്റ് ചർച്ചയ്ക്ക് പോയ അവസരത്തിൽ ഗവൺമെൻറ് ഓഫ് കേരള ധനകാര്യമന്ത്രി ആവശ്യപ്പെട്ടത് തൽക്കാലത്തേക്ക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നമ്മുടെ GDPയുടെ 0.5% വർധനവ് വരുത്തിക്കൊണ്ട് വായ്പയെടുക്കാൻ അനുവദിക്കണം എന്നുള്ളതാണ്. അതും ധനകാര്യ കമ്മീഷൻ്റെ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും. അപ്പോൾ അങ്ങനെ പ്രധാനപ്പെട്ട ഒരു ധനകാര്യ പരിമിതിക്കകത്ത് നിന്നുകൊണ്ടായിരിക്കും തീർച്ചയായിട്ടും കേരള ഗവൺമെൻറ് അടുത്ത വർഷത്തെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. ആ പരിമിതി എങ്ങനെ മറികടക്കും എന്നുള്ളതാണ് കേരള ഗവൺമെൻറ് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. അതുമാത്രമല്ല 25-26 ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു. ആ വാഗ്ദാനങ്ങൾ പലതും നടപ്പിലാക്കാൻ കഴിയാതെ വന്നു. അത് കാരണം സാമ്പത്തിക പ്രതിസന്ധിയാണ്. അതിൽ ചില വാഗ്ദാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സാമൂഹ്യക്ഷേമ പെൻഷനായിരുന്നു. സാമൂഹ്യക്ഷേമ പെൻഷൻ നിരക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും കഴിഞ്ഞ 2 വർഷമായിട്ട് 1,600 രൂപ കൊടുത്തുകൊണ്ടിരുന്ന ക്ഷേമ പെൻഷൻ കഴിഞ്ഞ ഒക്ടോബർ മാസം അവസാനം അത് 2,000 കോടി രൂപയായിട്ട് ഉയർത്തിയ അവസരത്തിൽ അതോടൊപ്പം തന്നെ ഈ 2025-26 ബഡ്ജറ്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് 1.98 ലക്ഷം കോടി രൂപയാണ്. അതിൽ തനത് വരുമാനം നേരത്തെ പറഞ്ഞാൽ 56%. അങ്ങനെ വന്ന അവസരത്തിലാണ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് വന്ന തെരഞ്ഞെടുപ്പിൻ്റെ പരാജയം മനസ്സിലാക്കി കേരള ഗവൺമെൻറ് ഏകദേശം 10,000 കോടി രൂപയുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ പ്രഖ്യാപിച്ച് അധിക ബാധ്യത ഏറ്റെടുക്കുകയാണ് ചെയ്തത്. ഇതിന് വേണ്ടുന്ന ധനവിഭവ സമാഹരണത്തെപ്പറ്റി ഗവൺമെൻറ് ഒന്നും പറഞ്ഞിട്ടുമില്ല, അതിനെപ്പറ്റി ആലോചിക്കുന്നുമില്ല. അങ്ങനെ ഈ 1.98 ലക്ഷം കോടി രൂപയുടെ ബഡ്ജറ്റ് 2.08 ലാക്സായിട്ട് ഉയർത്തുകയും വിഭവ സമാഹരണം നടത്താൻ കഴിയാതെ വരുന്ന സമയത്ത് കേരളത്തിൻ്റെ റവന്യൂ ഡെഫിസിറ്റും ഫിസ്ക്കൽ ഡെഫിസിറ്റും ക്രമാതീതമായി ഉയരും. അതൊരു ഉദാഹരണം നോക്കിക്കഴിഞ്ഞാൽ 2025-26 ഇതുവരെ വരുമാനത്തേക്കാൾ ഏകദേശം 39,000 കോടി രൂപ അധികം ചെലവഴിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം അത് 25,000 കോടി രൂപയ്ക്ക് അടുത്തേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ വരവിനേക്കാൾ കൂടുതൽ ചെലവഴിച്ചുകൊണ്ട് വായ്പയ്ക്ക് പരിമിതി വെച്ചുകൊണ്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പരിമിതി വെച്ചുകൊണ്ട് എങ്ങനെ ഗവൺമെൻറ്റിന് മുമ്പോട്ട് പോകാൻ കഴിയും എന്നുള്ളതായിരിക്കും 2026-27 ബഡ്ജറ്റ് നേരിടുന്ന ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധി. അതിന് തരണം ചെയ്യുവാനായിട്ട് ധനകാര്യമന്ത്രിക്ക് കഴിയുമോ എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും 2026-27 പ്രഖ്യാപനങ്ങളും അതേപോലെ തന്നെ വാഗ്ദാനങ്ങളും എന്നാണ് ആമുഖമായിട്ട് എനിക്ക് പറയുവാനുള്ളത്. കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യമുണ്ട്, അങ്ങനെ വലിയ പ്രതിസന്ധിയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു വയ്ക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഈ പറഞ്ഞതുപോലെയുള്ള ഒരു നല്ല പ്രഖ്യാപനങ്ങളുള്ള ബജറ്റായിരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല കഴിഞ്ഞ ദിവസം ഈ സാമ്പത്തിക അവലോകന റിപ്പോർട്ടിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ വലിയ വർധനവുണ്ടായി അല്ലെങ്കിൽ വലിയ മാറ്റമുണ്ടായി എന്നാണ് പ്രാഥമിക ഘട്ടത്തിൽ നമ്മളത് നോക്കുമ്പോൾ മനസ്സിലാകുന്നത്. കാരണം ഏകദേശം 2.7% തനത് വരുമാനം വർദ്ധിച്ചു എന്നുള്ളതാണ് കണക്ക്. പക്ഷേ ഈ മുൻ വർഷങ്ങളിലേതിനെ അപേക്ഷിച്ച് നേരത്തെ പ്ലാൻ ചെയ്തതുപോലെയുള്ള വർധനവ് നികുതി ഇനത്തിൽ വർദ്ധിച്ചില്ല എന്നുള്ളൊരു കണക്കുകൂടെ പുറത്തു വരുന്നുണ്ട്. അതായത് കേവലം 2024-25 വർഷത്തേക്ക് ബജറ്റിൽ ലക്ഷ്യം വെച്ചത് ഏകദേശം 92,945 കോടിയാണ്. പക്ഷേ കിട്ടിയത് 76,642, ഏകദേശം 18,500 കോടിയോളം രൂപയുടെ ഒരു കുറവ് ഉണ്ടായി എന്നുള്ളതാണ്. താങ്കൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ പ്രഖ്യാപനങ്ങളൊക്കെ നടക്കുന്നു, അധിക ബാധ്യത തലയിലെടുത്ത് വയ്ക്കുന്നു. പക്ഷേ എങ്ങനെയാണ് അതിനുള്ള വരുമാന സ്രോതസ്സ് അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനുള്ള സോഴ്സ് എന്നുള്ളത് കണ്ടെത്തുന്നതിൽ സർക്കാർ പരാജയപ്പെടുന്നു എന്ന് വേണോ കരുതാൻ കഴിഞ്ഞ കുറേ കാലങ്ങളായി നോക്കുമ്പോൾ? അദ്ദേഹം 2024-25 എക്കണോമി റിവ്യൂ പുറപ്പെടുവിച്ചുകൊണ്ട് ഇന്നലെ അസംബ്ലിയിൽ പറഞ്ഞത് കേരളം 9.5% വാർഷിക വളർച്ച കൈവരിച്ചു, തനത് വരുമാനത്തിൽ ഏകദേശം 2.7% വർധനവ് കൈവരിച്ചു. അതൊക്കെ ശരിയാണ്. പക്ഷെ നമ്മൾ കഴിഞ്ഞ 2-3 വർഷത്തെ നോക്കുന്ന അവസരത്തിൽ നമ്മളുടെ തനത് വരുമാനത്തിൽ ഗണ്യമായ വർധനവ് വരുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് നമ്മൾ സ്റ്റേറ്റ് GDPയുടെ അതായത് സംസ്ഥാന ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ ഏകദേശം 7% തനത് വരുമാനമായിട്ട് 2022-23 ഗവൺമെൻറ് സമാഹരിച്ചത്. പക്ഷേ അത് 24-25 ആയപ്പോഴേക്കും 6.4% കുറയുകയാണ് ചെയ്തത്.
അത് 25-26 ഏകദേശം 6.4% നിൽക്കുകയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് തനത് വരുമാനം സംസ്ഥാന ഉൽപ്പാദനത്തിൻ്റെ അല്ലെങ്കിൽ സംസ്ഥാന വരുമാനത്തിൻ്റെ അനുപാതം നോക്കുന്ന അവസരത്തിൽ ഒരു ഗണ്യമായ വർധനവ് വരുത്തുവാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഗവൺമെൻറ് ഓഫ് കേരള. അപ്പോൾ അങ്ങനെ വരുന്ന അവസരത്തിൽ ഗവൺമെൻറ്റിന് പ്രഖ്യാപിച്ച വാഗ്ദാനങ്ങളോ അല്ലെങ്കിൽ പ്രഖ്യാപിച്ച വികസന പരിപാടികളോ സമാഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വിഭവ സമാഹരണത്തിന് വേണ്ടിയുള്ള ഒരു ശ്രമം പരാജയപ്പെടുന്നു എന്ന് മാത്രമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രണ്ടാമത്തെ പരിമിതി എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ കഴിഞ്ഞ 2-3 വർഷത്തെ ബഡ്ജറ്റ് നോക്കുകയാണെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, അതായത് മൂലധന ചെലവുകൾ താഴ്ന്നു വരികയാണ്. മൂലധന ചെലവെന്ന് പറയുന്നത് പ്രത്യുൽപാദനപരമായ നിക്ഷേപമാണ്. അതിൽ നിന്ന് വരുമാനം കിട്ടുന്നു, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു, അതിൽ നിന്ന് നമ്മുടെ ഉൽപ്പാദനക്ഷമത വർദ്ധിക്കുന്നു, സംസ്ഥാന GDP വർദ്ധിക്കുന്നു, അതനുസരിച്ച് തനത് വരുമാനം കൂട്ടാൻ കഴിയും. പക്ഷേ കേരളം വായ്പയെടുക്കുന്ന മൊത്തം തുകയിൽ കുറവ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കുറയുന്നു. അതേപോലെ തന്നെ മൊത്തം ചെലവിൽ നമ്മുടെ മൂലധന ചെലവെന്ന് പറയുന്നത് 8% താഴ്ന്നിരിക്കുകയാണ്. ഒരു വർഷം 40,000 കോടി രൂപ കടമെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ 12-13 കോടി രൂപ മാത്രമാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ബാക്കിയെല്ലാം റവന്യൂ എക്സ്പെൻഡിച്ചറിന് വേണ്ടി ചെലവഴിക്കുന്ന ഒരു സ്ഥിതിയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഗവൺമെൻറ്റിന് പ്രത്യുൽപാദനപരമായ നിക്ഷേപം നടത്തി വരുമാനം ഉണ്ടാക്കാൻ കഴിയാതെ വരും. അതുമാത്രമല്ല, കഴിഞ്ഞ 2-3 വർഷമായിട്ട് കേരളത്തിൻ്റെ വാർഷിക പദ്ധതി വിഹിതം മൊത്തം ബഡ്ജറ്റ് സൈസിൽ കുറഞ്ഞു വരികയാണ്. ഉദാഹരണത്തിന് 2022-23 നമ്മുടെ വാർഷിക പദ്ധതി മൊത്തം പ്രതീക്ഷിത ചെലവിൻ്റെ ഏകദേശം 20% അത് 25-26 ആയപ്പോഴേക്കും ഏകദേശം 16.5% കുറയുകയാണ് ചെയ്തത്. ആ 16.5% കുറയുന്ന അവസരത്തിൽ പോലും നമ്മുടെ വാർഷിക പദ്ധതിയുടെ 100% നേട്ടം കൈവരിക്കാൻ കഴിയാതെ വരുന്നു. ഉദാഹരണത്തിന് 2025-26 വാർഷിക പദ്ധതി വിഹിതം ഏകദേശം 42,350 കോടി രൂപ വരും. അതിൻ്റെ ഏകദേശം 35% മാത്രമേ ഈ ജനുവരി ആദ്യ വാരത്തോടുകൂടി ചെലവഴിക്കാൻ കഴിയുന്നുള്ളൂ. ബാക്കി ഇനി 65% ചെലവഴിക്കണം. 65% ചെലവഴിക്കണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള വിഭവ സമാഹരണം നടത്തണം, അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ നിന്ന് സഹായം കിട്ടണം, അല്ലെങ്കിൽ നമ്മൾ വായ്പ എടുക്കണം. വായ്പാ പരിധി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നിശ്ചയിക്കുന്ന അവസരത്തിൽ തീർച്ചയായിട്ടും വായ്പ എടുക്കാൻ കഴിയാതെ വരും. അപ്പോൾ അങ്ങനെ ഒരു അവസരം അല്ലെങ്കിൽ സാഹചര്യം ഉണ്ടാകുന്ന അവസരത്തിൽ ഗവൺമെൻറ്റിന് ചെയ്യാൻ കഴിയുന്നത് വാർഷിക പദ്ധതിയിലെ ചെലവുകൾ വെട്ടിക്കുറയ്ക്കുക. അങ്ങനെ വികസന പ്രവർത്തനങ്ങൾ നിശ്ചലമാകുന്ന ഒരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുമ്പോഴാണ് 2026-27 ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് പ്രഖ്യാപനങ്ങൾ നടത്തും. അത് ക്ഷേമ പ്രവർത്തനങ്ങളായിരിക്കാം, മറ്റു പ്രവർത്തനങ്ങളായിരിക്കാം, ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഒരു സാഹചര്യമാണ്.